താഴ്ത്തപ്പെട്ട ജാതി എന്നും തന്നെ മനസ്സിൽ കാണുകയും പുറമെ ഇവിടെ എവിടെയും ജാതിയോ അയിത്തമോ ഇല്ലെന്ന് പറയുകയും ചെയ്യുന്ന നാടാണ് ഇവിടെ. ദളിതനും ആദിവാസിയും തൊഴുകുന്ന ഒരു ഗണപതി അമ്പലം, മറ്റേ കൗണ്ടറും സെറ്റിയാറും തൊഴുകുന്ന ഒരു ഗണപതി അമ്പലം. എല്ലാ മതങ്ങളും ഒന്നൊന്നും ആക്കുമ്പോൾ അംബേദ്കർ കോളനീൻ്റെ ആവശ്യമേ ഇല്ല. സർക്കാർ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളോട് അയിത്തം കാണിക്കുന്ന ആൾക്കാരോടാണ് കൂറ് കാണിക്കുന്നത്. വോട്ടിന് മാത്രം അവരിനെ ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞ് കൂടെ നിർത്തിക്കും. പിന്നെ അത് മറികടക്കുന്ന ആൾക്കാരനെ തല്ലി ഒതുക്കുകയും ചെയ്യുന്നൊരു സംവിധാനമുണ്ടല്ലോ. രണ്ടായിരത്തി 2017 2004 ഇത് രണ്ട് സമയത്താണ് ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയുടെ ജാതിയുടെ ഐക്യത്തിൻ്റെ പ്രശ്നം ശക്തമായി പൊങ്ങി വന്നത്. അപ്പോൾ കേരളത്തിലുള്ള പല മേഖലയിൽ നിന്നും ഗോവിന്ദാപുരത്ത് ഐക്യമാണോ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഐക്യത്വം എന്ന് പറയുന്ന സ്ഥലം ഗോവിന്ദാപുരത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉള്ളുന്നതാണ്. ഇപ്പോൾ ഗോവിന്ദാപുരത്തിലെന്ന് പറയുന്നത് അവർ സക്കിലി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് മുടി വെട്ടാതാകുകയും അതേപോലെ പൊതു കിണറുകളിൽ വെള്ളം എടുക്കാൻ പറ്റില്ല. ഒരു കാലത്തിൽ വേറെ മുന്നോക്ക ജാതിയിൽ നിന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ വന്ന് നമ്മുടെ പാത്രം താഴെ വയ്ക്കുകയും അതിൽ വെള്ളം കോരി ഒഴിക്കുകയും ആ വെള്ളം ചുമന്നു കൊണ്ടുപോയ നാടാണിത്. ഇപ്പം അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ഇന്ന് സർക്കാർ തലത്തിലുള്ള കുടിവെള്ളങ്ങൾ വരുമ്പോൾ വെള്ളത്തിലുള്ള അയിത്തം നമുക്കറിയാൻ പറ്റില്ല. കാരണം അവരവൻ്റെ വീട്ടിൽ വെള്ളമുണ്ട്. ഞാൻ ഏർവാളറാണ്. ഇപ്പോഴും ഞങ്ങളുടെ ചില ആൾക്കാർ വലിയ ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് വീട്ടിനുള്ളിൽ കയറാറില്ല. മുന്നോക്ക ജാതിക്കാരൻ്റെ എന്ന് പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇന്നും കൈകെട്ടി നിൽക്കാറുണ്ട്. ഞാൻ എല്ലാத்தைയും മനുഷ്യരായിട്ട് കണക്കാക്കണം. അപ്പോൾ എന്നെ മനുഷ്യനായി ആരൊക്കെ അംഗീകരിക്കണോ അവരുടെ വീട്ടിൽ ഞാൻ കയറി പോകാറുണ്ട്. ജാതിപരമായി അവഗണിക്കുന്ന ആൾക്കാരുടെ വീട്ടിലും ഞാൻ പോയിട്ട് നിൽക്കുന്നില്ല. ഞാൻ അവരുടെ വീട്ടിൽ അവരോടൊപ്പം കസാരയിൽ ഇരിക്കാൻ നോക്കും. ഇരിക്കാൻ പറ്റാത്ത സമയത്തിൽ ഞാൻ ഇറങ്ങി വരാറുമുണ്ട്. ഇപ്പം എനിക്ക് 60 വയസ്സായി. ജാതി കണ്ടുകൊണ്ടാണ് നമ്മളോട് എല്ലാവരും പെരുമാറുന്നത്. ഒന്നും നമ്മൾ എന്ത് പറഞ്ഞാൽ ചെറിയ പിള്ളേർ വരെ, എൻ്റെ പേരക്കുട്ടീൻ്റെ പ്രായമുള്ള ആൾക്കാർ 10-15 വയസ്സുള്ള പിള്ളേർ തന്നെ മാരിപ്പാ ഇங்கே വാ എന്ന് പേര് വിളിച്ചാൽ പറഞ്ഞു. കാരണം അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഈ മനസ്സിൽ കിടപ്പുണ്ട്, ഒരു ബഹുമാനമില്ലാതെ. അപ്പം നമ്മളവർ താഴ്ത്തപ്പെട്ട ജാതി എന്നും തന്നെ മനസ്സിൽ കാണുകയും പുറമെ ഇവിടെ എവിടെയും ജാതിയോ അയിത്തമോ ഇല്ലെന്ന് പറയുകയും ചെയ്യുന്ന നാടാണ് ഇവിടെ. ഇപ്പോൾ കല്യാണ വീട്ടുകളിലൊക്കെ വന്ന് ഊണ് കഴിക്കാറുണ്ട്. കല്യാണ ഇപ്പോൾ വീട്ടുകളിൽ കല്യാണമില്ലല്ലോ. ഇന്ന് പ്രാമണിക്കൽ ചിന്താഗതി കൂടി വരികയും ഇപ്പോൾ വിവാഹങ്ങളൊക്കെ അങ്ങനെയല്ല നടക്കുന്നത്. വലിയ ഒരു കല്യാണ മണ്ഡപങ്ങൾ പിടിക്കുകയും അവിടെ ബ്രാഹ്മണന്മാരെ കൊണ്ട് ചോറ് വയ്ക്കുകയും അല്ലെങ്കിൽ മുസ്ലിംസുകളെ കൊണ്ട് ബിരിയാണി വയ്ക്കുകയും ഈ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് ആർക്കും ഉണ്ണും. വീട്ടുകളിൽ വയ്ക്കുമ്പോൾ ആരും ഉണ്ണില്ല, ചായ വരെ കുടിക്കില്ല. ഇപ്പോൾ മരണ വീട്ടുകൾക്കൊക്കെ വരും. മരണ വീട്ടിൽ ചായ വേണ്ടെന്നൊന്നും പറയില്ല, ചായ ഞാൻ കുടിക്കില്ല എന്ന് പറയും. പക്ഷേ മദ്യം കുടിക്കാൻ അവിടെ അയിത്തമില്ല. മദ്യങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിനൊന്നും അയിത്തങ്ങളില്ല. ഇവിടെ തന്നെ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ മദ്യം വിളമ്പലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കണ്ണും മൂടിപ്പോയിരുന്നു മദ്യം മൊക്കം കളിക്കും. ചോറിന് വെള്ളം കുടിക്കുന്നത് മാത്രം പ്രശ്നമുണ്ട്. എല്ലാ മതങ്ങളും ഒന്നൊന്നും ആക്കുമ്പോൾ അംബേദ്കർ കോളനീൻ്റെ ആവശ്യമേ ഇല്ല. ഞങ്ങളെ ഒരു മേഖലയിൽ ഹിന്ദുക്കളെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, അതേ ഹിന്ദുക്കൾ ഞങ്ങളോട് അയിത്തം കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നീ ഇത്ര ദൂരം വന്നാൽ മതി, ഇത്ര ദൂരത്തിനുള്ളിൽ ഇതുവരെ എനിക്ക് വരാൻ പറ്റുള്ളൂ, ഇതുവരേക്ക് വരാൻ പറ്റില്ല, മാറ്റി നിർത്തുന്നുണ്ട്. 2 അമ്പലം അടുത്തടുത്തുണ്ട്. ഇപ്പോൾ പുറമുള്ള ആൾക്കാരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 അമ്പലമല്ല, അത് അടുത്തടുത്ത് എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ 2 അമ്പലം ഒരേ ദൈവമാണ്, ഗണപതിയാണ്. ദളിതനും ആദിവാസിയും തൊഴുകുന്ന ഒരു ഗണപതി അമ്പലം, മറ്റേ കൗണ്ടറും സെറ്റിയാറും തൊഴുകുന്ന ഒരു ഗണപതി അമ്പലം. ഒരു 50 അടി വ്യത്യാസത്തിലാണ് ഒരു അമ്പലം ഉള്ളത്. ഈ അമ്പലം കെട്ടിയത്, ആ ദളിതനും ആദിവാസിയും കെട്ടിയത് നേരത്തെ ഇവർക്ക് വേണ്ടി കെട്ടിയ അമ്പലമല്ലത്. നമുക്ക് ഒരുമിച്ച് അമ്പലം പണിയാന്ന് പറയും. സഹകരിക്കാമെന്ന് എല്ലാവരും ആ വാക്ക് കൊടുത്ത് പിന്നെ നമ്മുടെ ആൾക്കാർ തന്നെ നിന്ന് ഈ അമ്പലം പണിയണം. അമ്പലം പണിഞ്ഞ് നോക്കുമ്പോൾ ഒത്തിരി വരാറില്ല.
പിന്നെ പെട്ടെന്ന് തന്നെ അടുത്തൊരാളുണ്ട് അവിടെ പുതിയൊരു അമ്പലം പറഞ്ഞിട്ട് നമ്മൾ ആ അമ്പലത്തിൽ നമ്മൾ ആൾക്കാർ പോയാൽ ശരിയല്ല, നമുക്ക് തനിച്ചൊരു അമ്പലത്തിൽ പോകുന്നതാണ് അത് നമുക്ക് ഗൗരവ പ്രശ്നം എന്ന് പറയാം, ഗൗരവമാണെന്ന് പറയാം. സർക്കാർ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളോട് അയിത്തം കാണിക്കുന്ന ആൾക്കാരോടാണ് കൂറ് കാണിക്കുന്നത്. അയിത്തം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളോട് അവർ കാണിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് പോകുമ്പോൾ, ഒരു സക്കിലിനോ അല്ല എരവാളനോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങളുടെ പരാതി സ്വീകരിക്കാനോ അത് നിങ്ങൾ പരാതി പറഞ്ഞതുപോലെ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് സമയമില്ലടാ, പോയി പണി നോക്ക്, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഒരേ തിരക്കെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ പരാതി കൊടുത്താൽ നമ്മൾ അന്വേഷിക്കാം എന്ന് പറയാൻ അന്വേഷിക്കാതിരിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഐത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുമെങ്കിൽ ഇവിടെ മുതലമടയെ സംബന്ധിച്ചോളം 2010 ഇതുവരെ ഒരു 11ഓളം ആദിവാസികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട്. ഒരാളെങ്കിലും അന്വേഷണത്തിൽ എന്താണ് സംഗതി എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ ഇവിടെ മീൻകര ഡാമിൽ ഒരു ആദിവാസി ചെക്കൻ മീൻ പിടിക്കാൻ പോയിട്ട് അവിടെ മീൻപിടി തൊഴിലാളികൾ തല്ലി കൊന്നിട്ടുണ്ട്. അതിൽ നടപടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല സ്വാഭാവിക മരണമാണ്.